നമ്മൾ എടുത്ത എൻട്രിയുടെ മൂവാണ് ഇപ്പോൾ കാണുന്നത്. പറഞ്ഞിരുന്നില്ലേ മാർക്കറ്റിൽ നല്ല ഡെപ്ത് വരുന്നുണ്ട്, ഇപ്പോൾ സെല്ലേഴ്സ് വരുന്നുണ്ടെന്ന്. അപ്പോൾ നമ്മൾ ടാർഗറ്റ് വെച്ചതിനായിട്ടും കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുത്തത് വരെ മുന്നേ ടാർഗറ്റ് വെച്ചിട്ടുണ്ടെന്ന് 13-17 വരെ, പിന്നെ അത് 13-6 വരെ വെച്ച് 13-7 വരെ വെച്ച്. പക്ഷെ അത് നല്ല ഡൗൺ ആയി. ഏകദേശം അത്യാവശ്യം നല്ല മൂവ് തന്നെ പോയി. 12-13 വരെ പോയി. കുഴപ്പമില്ല, നമുക്ക് വേണ്ടി മാർക്കറ്റിൽ നിന്ന് നമ്മളെടുത്ത് നമ്മൾ ഹാപ്പി, പ്രോഫിറ്റ് അടിച്ച്. അപ്പോൾ അത്രേ ഉള്ളൂ. എല്ലാം ബുക്ക് ചെയ്യാമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ നടക്കില്ല. അപ്പോൾ നമുക്ക് ആവശ്യമില്ല നമ്മൾ ബുക്ക് ചെയ്തിട്ട് പിന്നെ മാർക്കറ്റിൽ എന്ത് നടക്കുന്നു അത് നമ്മളെ ബാധിക്കുന്ന കേസല്ല, ജസ്റ്റ് വാച്ച് ചെയ്യാമെന്ന് മാത്രം. അപ്പോൾ നമ്മളിവിടുന്ന് ടാർഗറ്റ് നേരത്തെ പറഞ്ഞ പോലെ ഏകദേശം ഇതുവരെ എന്നുള്ള ഒരു ലെവലിലേക്ക് ടാർഗറ്റ് മാറ്റിയിട്ടുണ്ട്. ഇവിടെ എന്താ നമ്മൾ നോക്കാനുള്ളത് വെച്ചാൽ ഇതിൻ്റെ ഹെഡ്സ് കുറച്ചിട്ട് വരുന്നുണ്ട്. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇവിടുന്ന് ഹെഡ് അതിൻ്റെ ടോപ്പ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ലോകത്ത് വരെയാണ്. അപ്പോൾ ഇവിടെ നിന്നുള്ള ബയ്യേഴ്സിനെ അടിച്ചടിച്ചിട്ടാണ് ഇതുവരെ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ അത്യാവശ്യം ബയ്യേഴ്സ് ഉണ്ടാവും. അവരുടെ സ്റ്റോപ്പ് ലോസ് ഏകദേശം ഇതിൻ്റെ താഴേക്കും സ്റ്റോപ്പ് ലോസ് അങ്ങനത്തെ ഒരു കൺസെപ്റ്റിലാണ്. അപ്പോൾ അവിടെ ഹണ്ടിങ് നടക്കുമ്പോൾ ഇതുവരെ ഹണ്ടിങ് നടന്ന് ആ ഒരു ബൂമിൽ ആ ഒരു മാർക്കറ്റിൻ്റെ ഫയറിൽ ഇതുവരെ എത്തുന്നുള്ളൊരു കൺസെപ്റ്റാണ്. ഓക്കെ, മാർക്കറ്റിലെ ഡെപ്ത് മനസ്സിലാക്കിയിട്ട് ഞാൻ എൻ്റെ ടാർഗറ്റ് ഇൻക്രീസ് ചെയ്യാൻ പോവാണ്. കാരണം നമ്മൾ ഇവിടുന്ന് ഇതിൻ്റെ ഒരു പൊട്ടൻഷ്യൽ എന്താണെന്ന് വെച്ചാൽ ഇതുവരെ എത്തിയിട്ട് ഇവിടുന്ന് വീണ്ടും അതിന് ബയ്യേഴ്സ് കയറി, ബട്ട് അവിടുന്ന് വീണ്ടും ഫ്രഷ് സെല്ലേഴ്സ് അവിടുന്ന് അതിലിടപെട്ട് എന്നുള്ളതാണ്. ഫ്രഷ് സെല്ലത്ത് വെച്ച് ടാർഗറ്റ് ഒന്ന് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ടാർഗറ്റ് ഇതുവരെ ടാർഗറ്റ് ഇൻക്രീസ് ചെയ്ത് വെക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ മാർക്കറ്റിൽ ഡെപ്ത് കൂടുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ഇതുവരെയും സെല്ലേഴ്സ് അടിച്ചിട്ട് പിന്നെയും ബയേഴ്സിൻ്റെ മൂവ് ഇവിടുത്തെ വരെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ശേഷം അവിടുന്ന് വീണ്ടും സെല്ലേഴ്സ് അടിച്ച് വരുമ്പോൾ ഏകദേശം സെല്ലേഴ്സാണ് മോർ പവർഫുൾ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ടാർഗറ്റ് ഇതുവരെ ഇൻക്രീസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സീ ഡേറ്റ്. നമ്മുടെ മാർക്കറ്റിൽ ഇവിടെ ഒരു ഡൗൺ ഫോൾ സംഭവിക്കാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ നമുക്ക് രണ്ടാമതൊരു ക്യാൻഡിൽ ഇതുവരെ ഒരു ക്യാൻഡിൽ കിട്ടിക്കഴിഞ്ഞാൽ ഒരു കൺഫർമേഷനിൽ നമുക്ക് കയറാൻ പറ്റും. ഒരു ഏകദേശം ഒരു 13:35 എത്തുമ്പോൾ 13.35 എത്തുമ്പോൾ നമ്മൾ അവിടെ നിന്ന് ഡൗൺ ബുക്ക് ചെയ്യും. ഏകദേശം നമ്മുടെ സ്റ്റോപ്പ് ലോസ് നമ്മൾ ഇതിൻ്റെ ടോപ്പിൽ സ്റ്റോപ്പ് ലോസ് കൊടുക്കണം. നമ്മൾ ഇതിൽ വെച്ച് സ്റ്റോപ്പ് ലോസ് വെച്ച് ചെയ്യുന്നവരുണ്ട്. പക്ഷെ അത് ഹൈ റിസ്ക് ആണ്. മേ ബി എങ്ങനെ മേലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ടെയിലടിച്ചിട്ടൊക്കെ നമ്മൾ സ്റ്റോപ്പ് ലോസ് ഹണ്ട് ചെയ്തിട്ട് താഴേക്ക് പോകുന്ന സിറ്റുവേഷൻ ഒരുപാട് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കുമ്പോൾ എപ്പോഴും ഒരു സിങ്ങിൻ്റെ അടിയിൽ അല്ലെങ്കിൽ നമുക്ക് ഇത്രയും കൺഫർമേഷൻ ആയ സ്ഥലത്ത് വേണം സ്റ്റോപ്പ് ലോസ് വെച്ച് ട്രേഡ് ചെയ്യാൻ. അപ്പോൾ അതുവരെ നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു പ്രോഫിറ്റ് നമുക്ക് ഇതുവരെ മാക്സിമം ഒരു ഇതുവരെയൊക്കെ റൺ ചെയ്യാൻ നമുക്ക് അതിൻ്റെ ഒരു പ്രോഫിറ്റ് റൺ ചെയ്യാൻ നമുക്ക് സാധിക്കും. ഇതുവരെയൊക്കെ അതിൻ്റെ റണ്ണിങ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു 1:1.5 ആണ്. സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ആരും ഇതേപോലുള്ള ട്രേഡ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. കാരണം വെച്ചാൽ 1:2 ആണ് എപ്പോഴും യൂസ് ചെയ്യേണ്ടത്. എന്നാലും നമുക്കിത് മാർക്കറ്റിൽ നിലനിന്ന് പോകാൻ പറ്റുള്ളൂ. ഇതെനിക്ക് എക്സ്പീരിയൻസ് ആയതോടുകൂടി ഈ ഒരു സ്റ്റോക്കിൽ തന്നെ രണ്ടാമത് അവിടുന്ന് സെല്ലിനുള്ളൊരു ഓപ്പർച്യൂണിറ്റി വരുന്നതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജ് ഞാൻ റെക്കോർഡ് ചെയ്യാണ്. അപ്പോൾ ഇത് സ്റ്റഡി പർപ്പസിനാണ്. നമുക്കൊരു ചാർട്ടിൽ തന്നെ നല്ല മൂവ്മെൻ്റ് ഉള്ളപ്പോൾ അത് എങ്ങനെയൊക്കെ ക്യാച്ച് ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു ആസ്പദമാക്കിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ മുന്നത്തെ എൻ്റെ ചാനലിൽ കയറി കാണും. മുന്നേ ഈ ഒരു ലെവൽ ഓഫ് ട്രേഡിങ്ങിനെ പറ്റിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഈ ലെവലിൽ എങ്ങനെ ട്രേഡ് ചെയ്യുക എന്നുള്ളതിൻ്റെ. അപ്പോൾ രണ്ടാമത് അതിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ നിന്നാണ് ഈ ക്യാൻഡിൽമേലാണ് പ്രോഫിറ്റ് ബുക്ക് ചെയ്തത്. നമ്മുടെ ടാർഗറ്റ് ഇവിടെയായിരുന്നു. ഇവിടെ നിന്ന് ഞാൻ പ്രോഫിറ്റ് ബുക്ക് ചെയ്തത്. അപ്പോൾ അവിടെ നിന്ന് ബുക്ക് ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ വീണ്ടും മാർക്കറ്റ് നമുക്ക് വീണ്ടും ഒരു ചാൻസ് തരുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. മാർക്കറ്റ് നമുക്ക് ചാൻസ് തരും. ആ ചാൻസിൽ നമ്മൾ കറക്റ്റ് അനലൈസ് ചെയ്തിട്ട് അതിൽ നമ്മൾ അങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാനാണ് വേണ്ടിയത്. അല്ലാതെ പേടിച്ച് വിറച്ച് നമ്മളൊരു മൈൻഡൊക്കെ ആകെ ടെററാക്കിയിട്ട് ചെയ്യേണ്ട ഒരു സംഭവമല്ല ട്രേഡിങ്. വളരെ കാം ആൻഡ് കൂളായിട്ട് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഔട്ട്കമാണ്. ആദ്യം ചാർട്ട് റീഡിങ് ആണ്, ചാർട്ടാണ്, അത് റീഡ് ചെയ്യുക. ഇതിൻ്റെ ഒരു ഔട്ട്കമായിട്ടാണ് നമുക്ക് ക്യാഷ് കിട്ടുക എന്നുള്ളൊരു മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ എത്തുമ്പോഴാണ് നമുക്കൊരു ആക്ച്വലി നല്ല ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാനും അതേപോലെ നല്ല പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനും നല്ല
ലോസ് ബുക്ക് ചെയ്യാനും സാധിക്കുക. ആദ്യം വേണ്ടി നല്ലൊരു ലോസ് ബുക്ക് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ്. മാർക്കറ്റിങ്ങിനെ പോണതനുസരിച്ച് ലോസ് ഇങ്ങനെ മാറ്റി 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 ഇനീഷ്യൽ എല്ലാം ഒരുമിച്ച് ഇല്ലാതാവുന്ന ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ ഒരിക്കലും എത്തരുത്. ഇപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇവിടെ ഒരു ഡൗണിലുള്ള ഒരു ചാൻസ് നമ്മൾ കാണുന്നു എന്നുള്ളതിൻ്റെ ഒരു ഇതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ നോക്കാം നമുക്ക് എത്രത്തോളം വരുന്നത് എന്നുള്ളത്.